ചെറിയ ഇതില് കാണുന്നില്ല പറഞ്ഞാല് ഹായ് വിശേഷത്തിലേക്ക് സ്വാഗതം. സ്വാഗതം. അപ്പൊ അമ്മ ഇന്ന് അമ്മേന്റെ വിശേഷം തന്നെ ആയിക്കോട്ടെ. ആദ്യം വിശേഷം പറഞ്ഞ ഇന്നത്തെ കുറച്ച് അപ്പൊ ഇന്ന് വിശേഷം എന്ന് പറഞ്ഞാല് സുഖണ്ടോ? ആ കുഴപ്പമില്ല. കാരണം എല്ലാരും അമ്മേന്റെ അസുഖം കുറവുണ്ടോ എങ്ങനെയുണ്ട് എന്ന് ചോദിക്കാൻ ആകാംക്ഷയോടെ കാത്തിരിക്കണ ആൾക്കാരാണ്. അപ്പോൾ എന്താ വെച്ചാല് കുറവ് തന്നെയാണ്. ഇങ്ങനെ നടക്കാനൊക്കെ പറ്റുന്നുണ്ട്, അല്ലാത്ത പണിയൊന്നും എടുക്കാനൊന്നും പറ്റുന്നില്ല എന്നുള്ളൂ. ഇരിക്കുന്നല്ലേ അമ്മ കാര്യമായിട്ട് റെസ്റ്റ്. പിന്നെ അപ്പൂസ് സ്കൂളിൽ പോയിട്ടില്ല. അപ്പൂസിനെ ഇവിടെ ഒന്നും കാണാല്ല. അപ്പൂസിന്റെ ചെറിയ കൂട്ടുകാരൊക്കെ ഉണ്ടപ്പോ കളിക്കാൻ പോയതാ. ഇന്നും അവനെ കിട്ടൂല. ആകെ ഒരു ദിവസമുള്ളൂ. ഇന്നലെയും കൂടി ക്ലാസ് അല്ലേ. ക്ലാസ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് പിന്നെ ഇതാ ഏട്ടന് റബ്ബറൊക്കെ വെട്ടി വന്നു. ഇന്ന് കുറച്ച് നേരത്തെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്താ വെച്ചാൽ നമുക്ക് ഇന്നലത്തെ പോലെ തന്നെ ഒരു അടിപൊളി വിരുന്നുകാർ വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഓരെങ്ങനെ കാത്ത് നിൽക്കുകയാണ്. നേരത്തെ വരാമെന്നൊക്കെ പറഞ്ഞിരുന്നു. ഇപ്പോൾ ഉണ്ട് പറയുന്നത് കുറച്ചും കൂടി സമയം വൈകും. ഇപ്പോൾ സമയം 12 മണിയൊക്കെ ആയി തുടങ്ങി തോന്നുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഒരുക്ക് വേണ്ടിയിട്ട് ഭക്ഷണമൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. എന്താ പറയുക, എന്താ ഭക്ഷണം ഉണ്ടാക്കണം നമ്മള്? നെയ്ച്ചോറ്, കുറച്ചും കൂടി സൗണ്ട്. നെയ്ച്ചോറ് പിന്നെന്താ പറയാ, ചിക്കൻ കറി, കടായി എണ്ണങ്ങള്. അത് അപ്പൊ ഉണ്ടാക്കാൻ പറഞ്ഞത് കടായിയാണ്. ഇപ്പൊ ചിക്കൻ കറി ആയിപ്പോയി. ഒരു ഐഡിയ എന്താണെന്നൊരു ഐഡിയ ഇല്ല. അപ്പൊ എന്താ ഉണ്ടാക്കിയെന്ന് ഞാൻ കണ്ടില്ല. അമ്മ അതിക്കൊക്കെ റെഡിയാക്കി തന്നിട്ട് ഞാൻ പോയി കടന്നു. ഇനി എന്താ ഉള്ളി തക്കാളി എല്ലാ സാധനങ്ങളും റെഡിയാക്കി തന്നു. ഞാനാണ് പിന്നെ അതൊക്കെ ഇങ്ങനെ ആക്കിയത്. അപ്പൊ അതുകൊണ്ട് അമ്മ കടായിന്ന് വിചാരിച്ചിട്ടുണ്ട്. എന്താ അറിയില്ല, ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ടേസ്റ്റ് ചെയ്ത് നോക്കുമ്പോ നല്ല രസമൊക്കെ ഉണ്ട് കേട്ടോ. അപ്പൊ അങ്ങനെ നെയ്ച്ചോറ്, ചിക്കൻ കടായി, പിന്നെ സലാഡ് ഉണ്ട്, അച്ചാറും ഉണ്ട് കേട്ടോ. അപ്പൊ ഒരു മണിയാകുമ്പോ വരും പറഞ്ഞു. അപ്പൊ ഞങ്ങൾ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിക്കാണ്. ഒരു വണ്ടി അവിടെ നിർത്തണ്ടാവുള്ളൂ. അപ്പൊ വിരുന്നുകാര് നമ്മള് സർപ്രൈസ് ആണ്ടോ, കാരണം എല്ലാരും അറിയണതാണ്. അതെ, എല്ലാവർക്കും അറിയും. ഒരുവിധ ആൾക്കൊക്കെ കേട്ടോ, എല്ലാവർക്കും പറയാൻ പറ്റൂല. ഒരുവിധ ആൾക്കൊക്കെ അറിയാം, പുതുതായിട്ടൊന്നും ആൾക്കാർക്ക് അറിയില്ല. അപ്പൊ വരുമ്പോ നമ്മള് കാണിച്ചു തരാം കേട്ടോ. കാണിക്കാനൊക്കെ പറ്റുന്ന ആൾക്കാരാണ്, ഇന്നലത്തെ പോലെ തന്നെ ഉള്ള ആൾക്കാരാണ്. അപ്പൊ നമ്മളിങ്ങനെ ഭയങ്കര സന്തോഷത്തിലാണ്. എല്ലാരെയും കാണിക്കാം, കുഴപ്പമില്ല. അതെ. അപ്പൊ പിന്നെ നമുക്ക് നമ്മളൊന്ന് എന്താ ഫുഡ് ഉണ്ടാക്കിയതൊക്കെ ഒന്ന് കാണിച്ചു തരാം. അമ്മ ഇതെന്താ ശരി പുട്ട? ഇത് അത് ഞാൻ പറഞ്ഞുതരാം. ആദ്യം നെയ്ച്ചോറ് എന്താ അറിയോ, ഞാൻ ഇത് വലിയ പുട്ടാണ്. എന്താ സംഭവം പറഞ്ഞോ, ഈ പാത്രത്തിലേക്ക് അടയ്ക്കാനും നെയ്ച്ചോറിന്റെ പാത്രത്തേക്ക് അടയ്ക്കാനും ഒരടപ്പുള്ളൂ. അപ്പൊ ഇത് അടച്ചു വെച്ചാല് ഇതുണ്ടാവും. ഈ അടപ്പ് വെച്ചില്ലെങ്കിൽ ഈ ഓടപാത്രം കൊണ്ട് അടച്ചു വെച്ച് അപ്പൊ ആവി പോവാതെക്കാൻ വേണ്ടിട്ട് ഇത് മേലെ വെച്ചടാ. മനസ്സിലായോ? കടായി നല്ലത് ചാറല്ലേ. ചിക്കൻ കറി പാളിയ ഇല്ല, അത് വെന്തിട്ടില്ലല്ലോ. ഉപ്പ് പാവാൻ തുടങ്ങിയിട്ടുള്ളൂ. വെള്ളം നമുക്ക് അമ്മ ഇന്നലെ ഞാൻ മീൻ വാങ്ങാന്ന് പറഞ്ഞപ്പോ അമ്മ എന്താ പറഞ്ഞ, ചിക്കൻ മതി. അപ്പൊ ഇന്നലെയും ചിക്കൻ, ഇന്നും ചിക്കൻ. ഇതൊക്കെ നോക്കി പറയും. ഒരു നേരം കൂട്ടിയപ്പോഴേക്കന്നെ പിന്നെ വേണ്ട. അത് ആഗ്രഹം ഉണ്ടാവുള്ളൂ, പിന്നെ നമുക്ക് തിന്നാൻ കഴിയില്ല. പിന്നെ അമ്മ പാഴ്സല്ലേ പറഞ്ഞേ അല്ലേ? ഇന്ന് പറഞ്ഞ ഞാൻ കൊണ്ടുപോയി. വേണ്ടല്ലേ? അപ്പൊ നമ്മളെ റൈസ് കാണിച്ചു 2 ദിവസം കിട്ടിയില്ല അടുപ്പിച്ച്. വീണ്ടും ഓട്ടപാത്രം. നെയ്ച്ചോറ് ഇതാട്ടോ. നെയ്ച്ചോറ് എത്ര ആൾക്കാരെ? 6 ആൾക്കാരോ 7 ആൾക്കാരോ? കുട്ടികളൊക്കെ പോലല്ലേ? 5-6 ആളുണ്ടാവും തോന്നുന്നുണ്ട്. എല്ലാം മിക്സ് ആക്കി സെറ്റായി. അപ്പൊ ഈ ഇല എന്താ ഇലേന്റെ പേര് പറഞ്ഞ? ഈ ഇല എന്താ പേരല്ല, നെയ്ച്ചോറിക്ക് മണം അതിന്. പക്ഷെ നമ്മളെ തൊട്ടടുത്തുള്ള വീട്ടിലുണ്ട്, നമ്മളവിടെ കൊണ്ടുവരും. അത് തുറന്നപ്പോ തന്നെ ചേച്ചി ആ വരുന്ന തുറന്നിട്ടപ്പോ ആൾക്കാര് ഇന്ന് കൊറേ ആൾക്കാരുണ്ടല്ലോ അമ്മ. ഇന്ന് കൊറേ ആൾക്കാർ വന്നിട്ടുണ്ട്. ഇതിന്റെ സ്മെല്ലിട്ട് ഇവിടെ നിന്ന് വരും. അപ്പൊ 5 എണ്ണം ഉണ്ട്. അപ്പൊ 2 എണ്ണം ഉള്ളു. ബാക്കി ഇപ്പൊ വരും. വരുന്നുണ്ടാവുള്ളേ.
ആവട്ടെ. ഇന്നലത്തെ വീഡിയോയിൽ ചോദിക്കുന്നുണ്ട് നമ്മള് പൂച്ചയ്ക്ക് ഫുഡ് കൊടുത്തില്ല, പക്ഷെ നിങ്ങൾ കൊടുക്കലുണ്ട് കേട്ടോ, എന്നും കൊടുക്കും. പൂച്ചക്കാണ് ഉള്ളു ഇവിടെ ഫുഡ്. അതന്നെ ഞങ്ങള് പൂച്ചക്ക് വെച്ചാല് പൂച്ചന്നില്ല പറഞ്ഞു, നിങ്ങൾ കാണണല്ലേ കോഴിക്കള് കാക്കാള് ഞങ്ങൾ ഒരിക്കൊക്കെ കൊടുത്തിട്ട് ഞങ്ങള് കഴിക്കലുള്ളൂ. എന്താ അങ്ങനെ ഒന്നുമില്ല കേട്ടോ, നമ്മളെ കൂട്ടത്തിൽ ഓരെയും പെടുത്തലുണ്ട്. ഇപ്പൊ തരാട്ടോ കുറച്ച് കഴിഞ്ഞിട്ട്. ഇപ്പൊ നമ്മൾ ഓലെ വെയിറ്റ് ചെയ്യാണ്. അപ്പൊ എന്നിട്ട് വേണം 12 മണിയായി, നല്ല മഴയും വരുന്നുണ്ട്. ഇപ്പൊ മഴയത്താവും നല്ല വിരുന്നുകാര് വരാ. മഴയത്താവും ഉള്ള സൗകര്യത്തിലൊക്കെ അങ്ങനെ പോവാൻ. അപ്പോ പുതിയതായിട്ടും പഴയത് വന്ന ആൾക്കാർക്കും കുറെ ആൾക്കാർ ഹായ് പറയാൻ പറയണ്ട അമ്മ. അപ്പൊ എല്ലാവർക്കും ഹായ്. ഈ എഴുതാനും കുറെ എഴുതാണ്ട് നമ്മള് കമന്റ് കൊടുത്തിട്ടുണ്ട്, ഷോർട്ട് ഇടുണ്ടോ അതിൽ കമന്റ് കൊടുത്തിട്ട് നമുക്ക് എത്തണില്ല. അതാണ് ഓരോരുത്തരുടെ പേര് എഴുതിയിട്ട് ഞങ്ങൾ അങ്ങനെ ചെയ്തിരുന്നു. ഇപ്പൊ പിന്നെ എല്ലാം കൂടി കഴിയണില്ല കേട്ടോ, അതുകൊണ്ടാണ് അപ്പൊ എല്ലാവർക്കും ഹായ്. എല്ലാവർക്കും ഞങ്ങളെ ചെറിയ കുടുംബത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നാടൻ ഫാമിലിന്റെ എല്ലാവർക്കും ഹായ്, എല്ലാവർക്കും സ്വാഗതം. പുതുതായിട്ട് വന്ന എല്ലാവർക്കും. അപ്പൊ ഇനി ഈ 2 ദിവസം വിരുന്നുകാർ ഒന്ന് പോട്ടെ, എന്നിട്ട് നമുക്ക് കുറെ കാര്യങ്ങൾ പറയാണ്ട് കേട്ടോ. കുറെ ആൾക്കാരെ മറുപടിയും കുറെ ആൾക്കാർ ചോദിച്ചൊക്കെ പറയാണ്ട്, നമ്മൾ പറയാട്ടോ. അപ്പൊ നമുക്ക് വിരുന്നുകാരെ വെയിറ്റ് ചെയ്ത് കേട്ടോ അല്ലേ അമ്മ? അപ്പൊ വിരുന്നുകാരെ നമ്മളിങ്ങനെ നോക്കിക്കണം. അപ്പൊ വരുന്നത് തന്നെ തൊട്ട് കാണിച്ചു തരാട്ടോ. അപ്പൊ കുറെ ആൾക്കാർ ചോദിക്കുന്നുണ്ട്, ഒന്നുകൂടി പറയാ, കുറെ ആൾക്കാർ ചോദിക്കുന്നുണ്ട് വീട്ടിലേക്ക് ഒറ്റ എവിടെ വഴിന്നൊക്കെ. അപ്പൊ ഒന്നുകൂടിയും പറയാ, ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്പർ ഉണ്ട്, അടുത്ത് കോണ്ടാക്ട് ചെയ്താൽ നമ്മൾ എത്ര തിരക്കായാലും ഞങ്ങൾ ഇനി വീഡിയോ എടുക്കുകയാണെങ്കിലും അത് കട്ടാക്കിയിട്ട് കോൾ എടുക്കും. അതെ, നമ്മള് മലപ്പുറം ജില്ലയിലാണ്. മലപ്പുറം ജില്ലയില് മഞ്ചേരിക്കും വണ്ടൂരിനും സെന്ററിലായിട്ടാണ് നമ്മള് കിടക്കുന്നത്. അപ്പൊ വണ്ടൂരാണോ വെച്ചാൽ വണ്ടൂർക്ക് എത്തും, പാലക്കോട് മഞ്ചേരിയാണോ വെച്ചാൽ മഞ്ചേരി അല്ല, കുറെ സ്ഥലത്ത് കൂടെ വഴിയുണ്ട് നമുക്ക്. അപ്പൊ അതിന്റെ സെന്ററിലായിട്ടാണ് പാലക്കോട് എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മള്. കൊച്ചു ഗ്രാമം. അപ്പൊ എന്താ പറയാ കേട്ടോ, അറിയാത്തവർക്ക് വേണ്ടി പറഞ്ഞു തന്നാട്ടോ. അപ്പൊ വരുന്നേരം എന്നിട്ട് കാണാല്ലേ. അപ്പൊ നമ്മളെ വിരുന്നുകാര് വരുന്നുണ്ട് അല്ലേ? വണ്ടി ഉണ്ടല്ലോ ഇവിടെ, കൂടെ ഒരു നീല വണ്ടി വന്നു. നീല കാറിനാണ് അത്. കൊറേ നേരം നീല വലിയ വണ്ടി അല്ലേ? നല്ല വണ്ടി. പക്ഷെ അത് ഇങ്ങോട്ട് തിരിഞ്ഞില്ല. ഇല്ല, അതൊക്കെ നോക്കണതേ. അപ്പൊ ഒരു തെറ്റിപ്പോയിണ്ട്, നമുക്ക് അവിടെ പോയി കേട്ടോ. നമുക്ക് ഈ വിരുന്നുകാര് വരുന്നുണ്ട് പറഞ്ഞാൽ അങ്ങോട്ട് എത്താൻ ഒരു സൈസ് വിരുന്നുകാര് തട്ടുണ്ടോ? മനസ്സിലാക്കല്ലേ? ഒരു ഹായ് പറഞ്ഞ ഹരിമൊഴി അമ്മൂട്ടിക്കൊക്കെ ഇറങ്ങാൻ തുടങ്ങി. ആണല്ലോ അത് മേടിച്ചിട്ട് ഞാൻ മേടിക്കാം. കാണില്ലേ, വെള്ളം കൂടി കൊടുക്കട്ടെ. ഇതില് കാണുന്നതിന് പറഞ്ഞാൽ ഇതിലേക്ക് അത് അമ്മേന്റെ ചോറോടെ പോ. അമ്മ ഇരുന്നോളെ. ഒന്നങ്ങൾക്ക് ഞങ്ങള് കൊണ്ടൊക്കെ എടുക്കണ്ടല്ല. അപ്പൊ ഇവിടെ ഇരുന്ന മക്കള് മഴ മഴ പെയ്താ കൊളായി ശരിയാ വിരുന്നുകാര്. വന്നിട്ടല്ലേ പെയ്തേ. അപ്പൊ നമ്മളെ അമ്മ ഒരു പാട്ടിടും അല്ലേ? പക്ഷെ ഇതിന്റെ അമ്മ അച്ഛനോട്ടത് ഇന്റതും ഉണ്ട്. അപ്പൊ ഞങ്ങളതാ പറയല്. നമ്മള് ചോറില് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മള് വീട് കാണിക്കാൻ കൊണ്ടുപോകട്ടോ. അപ്പൊ അമ്മ പോയിട്ടില്ല, അമ്മയ്ക്ക് വയ്യ. എന്റെ അനിയത്തിക്കൊക്കെ ദേഷ്യം വന്നിട്ട് കനിമൊഴി ഹായ് കുറവാണ്. അതിന്റെ അച്ഛനാന്നും പറഞ്ഞ അമ്മ അങ്ങനെ പറഞ്ഞിട്ട് വർത്താനം നിർത്തൂലോട്ടെ.
പൊടിക്കലല്ല, നല്ല ഉറപ്പുണ്ടത്. വീട് കാണിക്കാൻ നാള് ബാക്കിലേക്കാ. വീട് കാണിക്കാൻ നാള് ബാക്കിലേക്കാണ്. ഈ സന്തോഷത്തിൽ കൂടെ ഒരു സന്തോഷം കൂടി നാളെ പണി തുടങ്ങും. അതാണ് അതിനുള്ള സാധനങ്ങൾ ഇപ്പൊ ഇന്ന് റെഡി ആക്കി. നാളെ ചിലപ്പോ അല്ലേ മറ്റന്നാ സാധനം കുറച്ചുകൂടി ആവാണ്ട് കാത്തിരിക്കാണ് തുടങ്ങാനേ. അപ്പൊ ഇനി ഇവരെ പരിചയപ്പെടുത്തി കൊടുക്കണ്ട. അവിടെയൊക്കെ കുത്തി വെള്ളം കെട്ടി നിൽക്കണേ. ഇത് താഴ്വല്ലേ. അപ്പൊ നിങ്ങളെ മരക്കള ആരാ പാട്ടടാ? അവിടെ ആരും പാട്ടിടും. ഒരു കഥ പറയൂ. ഇന്നലെ താത്ത പറഞ്ഞപ്പോഴേ പാട്ടടി തുടങ്ങിട്ട് എന്നിട്ട് ആ താത്തക്ക് നിച്ചുണ്ട്. പക്ഷെ നാളെ കൊണ്ട് പൊട്ടിച്ചിരിക്കും. എന്നിട്ട് രാത്രിക്ക് റെക്കോർഡ് ചെയ്ത് വിട്ടിട്ടുണ്ട് ശരിക്കും പാടിയിട്ട്. അപ്പൊ ഞങ്ങൾക്ക് ഇവരൊക്കെ ഒന്ന് ശരിക്കും പരിചയപ്പെടുത്തി കൊടുക്കണ്ടോ? എല്ലാരും നേരം നിന്നിട്ട് വാസേട്ടന്റെ ഭാര്യ ഇതാട്ടോ. വാസേട്ടന്റെ ഭാര്യ എടുത്ത് നിക്കണേ. അപ്പൊ ഇനി ആരവരെ വിളിച്ച ഇനി 2 മരുമക്കളെ കാണിക്കാം. അല്ല കാരണം പുതിയതായിട്ട് കൊറേ ആൾക്കാർ വന്നിട്ടുണ്ട്. ഓർക്ക് വേണ്ടിട്ടാ ഞാൻ ഇവിടുന്ന് പറഞ്ഞെടുക്കാം. മടിയില്ലാത്ത ആള്. ചെറിയ മരുള്, ഇത് മൂത്ത മരുള്. ചെറിയ മരുള് ഫസ്റ്റ് പറഞ്ഞെടുക്കാം എങ്ങനെയാന്ന്. വാസേട്ടന്റെ ചേച്ചീന്റെ ആങ്ങളേന്റെ മോള്, ചെറിയ ആങ്ങളേന്റെ മോള്. അതേപോലെ ഒരു മരുള്, അത് മൂത്തത്. ഇത് മൂത്ത ആങ്ങളേന്റെ മകള്, മൂത്ത ആങ്ങളേന്റെ മോള്. ഇത് പിന്നെ ചെറിയ ആളുടെ കുട്ടി. ഈ 2 എണ്ണം ഓരോ കുട്ടി. ഹായ് പറഞ്ഞ, ഹായ് പറഞ്ഞ കൈയുണ്ട്. മോള് ഹായ് എടുത്ത. അപ്പൊ ആങ്ങളേന്റെ മക്കളെ 2 ഏട്ടനെയും കൊടുന്ന. ആ ഒരു ഉറപ്പുണ്ടല്ലേ. അപ്പൊ അമ്മ പാട്ടിടൂലേ? വാസേട്ടൻ പാട്ടിടോ? എന്നാ പാടിക്കാം. അമ്മേന്റെ ഒപ്പം പാടുന്ന ആളാണ്. ചാലക്കുടി പാടിക്കേ. ചാലക്കുടി ഇല്ലേ? ആ അന്ന് നമുക്ക് വീട്ടിൽ നിന്ന് പാടാട്ടോ അമ്മേന്റെ ഒപ്പം. അമ്മയ്ക്കൊരു കമ്പനി. ഇപ്പൊ നമ്മള് വീടൊക്കെ കണ്ടിങ്ങനെ നിക്കാട്ടോ. അപ്പൊ അതിന്റെ ഇടയിൽ കൂടെ നമ്മളെ ആള് വരുന്നുണ്ട്. ഒരാളും കൂടി വരുന്നുണ്ട്. സർപ്രൈസ്. കണ്ടില്ലല്ലേ? എന്താണ്ട് മാളു മാളു വരെ ഹായ് പറഞ്ഞ. മാളു ഹായ് പറഞ്ഞ. മാള് വലുതാകുമ്പോ നമ്മളെ യൂട്യൂബിൽ ആക്റ്റീവ് ആയിക്കോളൂ. ചായ കുടിക്കാം. അടിപൊളി അടിപൊളി അറിയാം. അപ്പൂസിനെ അവിടെ ഒന്നും കാണാലോ കേട്ടോ. അമ്മേന്റെ ഒരു ഫ്രണ്ട് അവിടെ ഇരിക്കണ്ടേ. അമ്മേനെ കാണാൻ വന്നതാ. അമ്മേനെ കാണാൻ കാണോ? വീഡിയോയില് കാണോ? കാണില്ല, കാണിക്കാം. എന്നാ കൊണ്ടേക്കോ. അപ്പൊ ഇതുണ്ടോ അമ്മേനെ കാണാൻ വന്നാണ്. അമ്മേന്റെ ചങ്ക്. ഹായ്, ഒരു ഹായ് എടുത്തേ. ആ ഇതാണ് ഞങ്ങളെ ജാനമ്മ കേട്ടോ. എന്റെ ഫ്രണ്ടിന്റെ അമ്മയും കൂടിയാണ് കേട്ടോ. ഇതാട്ടോ. അത് ഒരാൾക്ക് തൊഴിലുറപ്പിന് പോകാൻ പറ്റൂല. ഇനി കമ്പനിക്കാരൊക്കെ പിരിയേണ്ടി വരും. അത് ഓർക്കുമ്പോ മാത്രമല്ല ഇവിടെ സങ്കടം. പണിയെടുക്കാനൊന്നും പറ്റൂല. ഞേ അതല്ല, ഊരവേദന കാരണം പണിയെടുക്കരുത് പറഞ്ഞിട്ടുണ്ട്. ആ ഒരു വിഷമം അതാണ് മൊത്തം ഈ കാണുന്നത്. കണ്ടോ ജനമ്മ മൊത്തമുള്ള എല്ലാവർക്കും ഒരു സന്തോഷം കാണാൻ. എല്ലാരും ചോദിച്ചിട്ട് ചാനലിൽ ഉണ്ടാവുന്നുണ്ട്. എല്ലാരും അതന്നെ. എന്താ എത്രയും കാലം പണിയെടുത്തില്ലേ? ഇനിയിപ്പോ എടുക്കണ്ടാക്കേണ്ടി വരും. അല്ല എന്താ ചെയ്യാ? എന്നാലും പണിയെടുത്താണ് ഞാൻ വേഗം പോയി ചായക്ക് കടി എത്ര മതി. എന്നാലും ചായക്ക് സമാധാനം. യാത്രയ്ക്കാണ്. കൊറേ ആള് പോയി.
മാളു പറഞ്ഞേ ആ തന്നു കാണും നമ്മൾ ഒന്നുകൂടി കിട്ടിയില്ല പാട്ടിനുള്ള പാലത്ര ഫുള്ളായിട്ടില്ലേ പാടാ പറഞ്ഞിരുന്നു വിളിക്കണം എത്തിയിട്ട് അങ്ങനെ നമ്മളെ വിരുന്നാര് പോയി നമ്മളിങ്ങനെ പോയ കഥയൊക്കെ പറഞ്ഞിരിക്കാണ്. ഇനി ജനമ ഇതാ പോവാ പറഞ്ഞിരിക്കണ്. കുറച്ചേരം കൂടി ഇരിക്കണൊക്കെ പറഞ്ഞ് നിക്കാണ് കേട്ടോ. കുറച്ച് ചോറൊക്കെ തിന്നപ്പോ അപ്പൊ നമുക്ക് വിരുന്നാരൊന്നും എപ്പോഴും കിട്ടൂലല്ലോ, വന്ന് പോകല്ലേ ചെയ്യുള്ളൂ. ഇനി പുതിയ വീടൊക്കെ ആയിട്ടേ നമുക്ക് എല്ലാരും നിർത്താം നമ്മളെ വീട്ടില് അല്ലേ ജനമ? സൗകര്യം ഉണ്ടാവും. അതെ സൗകര്യം ഇപ്പൊ ഇവിടെ മതി. നിക്കാനൊക്കെ ഇപ്പൊ ഇവിടെ നിൽക്കുന്നതാരാണ് കുട്ടികളല്ലേ. അതെ എല്ലാരും ക്ഷീണിച്ചുണ്ടാക്കുക. ക്ഷീണിക്കല്ല, പോയതിന്റെ ഒരു ഇടങ്ങേറ്, വന്നു പോകുമ്പോ ഒരു ഇടങ്ങേറ്. ഇന്നലെ അങ്ങനെ വരുമ്പോ രസം, പോകുമ്പോ വേറെ. ഇന്നലെ പൈറ്റ വന്നപ്പോ എന്തോ ഒരു സന്തോഷം. അതേമാതിരി സുഖമില്ലെങ്കിലും എല്ലാരും കാണുമ്പോ ഒരു ഏറെ സന്തോഷം. അപ്പൊ ഇനിയിപ്പോ ഇന്നത്തെ ഇപ്പൊ വിശേഷം ഇപ്പൊ ഇത്ര തന്നെ ഉള്ളു. നാളെ പിന്നെ നാളെ അടുത്ത വിശേഷം കാണാം. അപ്പൊ എല്ലാവർക്കും ബൈ.